നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. എന്തായാലും മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഒരു നടന് മലയാളത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണനാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ, അതായത് മലയാളികളെല്ലാം ഒന്നടങ്കം മോഹൻലാലിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഒക്ടോബർ 4 വരുന്നത്. മലയാള സിനിമ വാനോളം ലാൽ സലാം എന്നാണ് പരിപാടിയുടെ പേര് തന്നെ. അന്നേരം ഗംഭീരമാക്കാൻ പോകുന്ന പരിപാടിയാണ്. ഒക്ടോബർ 4 സെൻട്രൽ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് വെച്ചാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. എല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് നടത്തുന്നത്. എല്ലാ സാംസ്കാരിക സിനിമാ താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന, സാംസ്കാരിക നായകന്മാർ സിനിമാക്കാരും എല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ്. മോഹൻലാലിൻ്റെ സിനിമകളിലെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ തന്നെ എണ്ണം പറഞ്ഞ ഹിറ്റ് പാട്ടുകൾ ഇഷ്ടം പോലുള്ള നടനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദരവ് നൽകുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നായികമാരായിട്ടുള്ള ഉർവശി, മഞ്ജു വാര്യർ, പാർവതി, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പരിപാടികളും ഒക്കെ കാണാം. അന്നേരം മോഹൻലാലിനുള്ള കൃത്യമായ ആസൂത്രിതമായ ഒരു പരിപാടി തന്നെയാണ്. ഒരു ആദരവ്, അർഹിക്കുന്ന ആദരവ് കൃത്യസമയത്ത് തന്നെ സർക്കാർ കൊടുക്കുന്നുള്ളതാണ്. കാരണം പരമോന്നത ബഹുമതി സിനിമകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനിയൊരു ബഹുമതി കിട്ടാനില്ല. അന്നേരം അദ്ദേഹത്തിനെ ആദരിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം ചേർന്നാണ്. ഒക്ടോബർ 4 തിരുവനന്തപുരത്ത് വെച്ചാണ്. എന്തായാലും ഒരു ഗംഭീര പരിപാടിയായിരിക്കും എന്നതിൽ സംശയം വേണ്ട. സാംസ്കാരിക വകുപ്പ് നമ്മുടെ സജി ചെറിയൻ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എല്ലാ കവറേജും വരുന്നുണ്ട്. നല്ലൊരു പേരുമാണ്. അന്നേരം എന്തുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ. മോഹൻലാലിന് മലയാളികളുടെ എല്ലാം ആദരവ് ഏറ്റുവാങ്ങാൻ ഒക്ടോബർ 4 കാത്തിരിക്കുകയാണ് എല്ലാ ജനങ്ങളും. ബൈ.